കാസർകോട്ട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിയെ തിരിച്ചറിഞ്ഞു. അതിക്രമത്തിന് പിന്നിൽ കുടക് സ്വദേശിയാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. പ്രതി സ്ഥിരം കുറ്റവാളിയെന്ന് പോലീസ് അറിയിച്ചു. ഒളിവിൽ കഴിയുന്ന പ്രതിക്കായി അന്വേഷണം ശക്തമാക്കി. അർജുൻ ഹേമ കാസർകോട്ട് നിന്ന് നമുക്കൊപ്പം ചേരുന്നു തത്സമയം. അർജുൻ ഹേമ, ആരാണ് പ്രതിയെന്നറിയാനുള്ള കാത്തിരിപ്പിലായിരുന്നു ഇത്രയും ദിവസം? എന്തൊക്കെയാണ് ഇപ്പോൾ അന്വേഷണത്തിൽ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ? സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകദേശം ഈ സംഭവം കഴിഞ്ഞ് 5 ദിവസങ്ങൾ ആകുന്നു. ഇതിൽ പ്രധാനമായും ഈ പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അന്നു മുതൽ നടത്തി. ഒരാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മറ്റൊരു പ്രതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന സാഹചര്യമാണ് നിലവിൽ അന്വേഷണ സംഘം പുറത്തുവിടുന്ന വിവരം. ഇയാൾ കർണാടക കുടക് സ്വദേശിയാണെന്നുള്ള ഒരു വിവരം മാത്രമാണ് നിലവിൽ ഉള്ളത്. സമാനമായി ഇത്തരത്തിൽ 2022 കാസർഗോഡ് മറ്റൊരു പെൺകുട്ടിയെ ഇത്തരത്തിൽ ലൈംഗിക അതിക്രമത്തിനിരയാക്കിയ ഒരു കേസും ഇയാളുടെ പേരിൽ ഉണ്ടെന്ന് അന്വേഷണ സംഘം നിലവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ ഈ പടന്നക്കാട് ഈ പെൺകുട്ടിയെ 10 വയസ്സുകാരിയെ പെൺകുട്ടിയെ ഇത്തരത്തിൽ ലൈംഗികമായി അതിക്രമം നടത്തിയതിനു ശേഷം ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. നിലവിൽ ഇയാളുടെ ഈ സാഹചര്യ തെളിവുകൾ മാത്രമാണ്, കുറച്ച് വിവരങ്ങൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ 2 ദിവസങ്ങൾക്ക് മുൻപ് ഒരു CCTV ദൃശ്യം പുറത്തുവിടുകയുണ്ടായി. ഈ CCTV ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ കണ്ട ഇയാളുടെ ഒരു ബന്ധുവാണ് പോലീസിന് ഇയാളെ സംബന്ധിക്കുന്ന ചില വിവരങ്ങൾ നൽകുകയും പോലീസ് ഇയാളിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ നിലവിൽ ഇയാൾ കസ്റ്റഡിയിൽ ഇല്ല എന്നുള്ള വിവരമാണ് അന്വേഷണ സംഘം നമ്മളോട് പങ്കുവെക്കുന്നത്. പക്ഷേ 2 ദിവസത്തിനുള്ളിൽ തന്നെ പ്രതിയിലേക്ക് പൂർണ്ണമായും എത്താൻ കഴിയും എന്നുള്ള ഒരു വാർത്ത അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ആളെ തെളിവുകൾ ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിൽ നിന്നും വിടുന്ന സാഹചര്യം ഉണ്ടായത്. മെയ് 15-നാണ് കേസിനാസ്പദമായ സംഭവം. പടന്നക്കാട് ഉറങ്ങിക്കിടക്കുകയായിരുന്ന പെൺകുട്ടിയെ വീട്ടിൽ നിന്നും എടുത്തുകൊണ്ടുപോയി ഒരു വയൽ പ്രദേശത്ത് ലൈംഗിക അതിക്രമം നടത്തിയതിനു ശേഷം പെൺകുട്ടിയുടെ കാതിലുണ്ടായിരുന്ന കമ്മൽ എടുത്ത് കവർന്നതിന് ശേഷം വഴിയിൽ ഉപേക്ഷിക്കുന്ന സാഹചര്യമായിരുന്നു. കേസ് അന്നു മുതൽ ഈ പ്രത്യേക അന്വേഷണം നടത്തിവരികയായിരുന്നു. ഈ DYSP ആദ്യഘട്ടത്തിൽ 26-അംഗ അന്വേഷണ സംഘമായിരുന്നു. DYSP വി ലതീഷിന്റെ നേതൃത്വത്തിലുള്ള 26-അംഗ അന്വേഷണ സംഘമായിരുന്നു കേസ് അന്വേഷിച്ചിരുന്നത്. അത് നിലവിൽ കഴിഞ്ഞ ദിവസം 32-അംഗ സംഘമാക്കി മാറ്റുകയും ചെയ്തിരുന്നു. ഒരു വിപുലമായ ഒരു അന്വേഷണമാണ് ഇതിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഉടൻ തന്നെ പ്രതിയെ പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ്. സുജയ. ഓക്കെ, അർജുൻ ഹേമയാണ് കാസർകോട്ട് നിന്ന് വിവരങ്ങൾ നൽകിയത്. തിരികെ എത്താം കൂടുതൽ